വെൽക്കം ബാക്ക് ടു അഡ്രിനാലിൻ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ക്ലാസ് എന്ന് വെച്ചാൽ മെഗലോബ്ലാസ്റ്റിക് അനീമിയനെ പറ്റിയിട്ടാണ്. സോ മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്ന അഗൈൻ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, യെസ്. സോ എന്താണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ? മെഗലോബ്ലാസ്റ്റിക് അനീമിയയിൽ ബേസിക്കലി നടക്കണമെന്ന് വെച്ചാൽ ദർ ഇസ് ഇംപയർഡ് DNA synthesis happening. ഓക്കെ, ഇംപയർഡ് DNA synthesis happening. ഇംപയർഡ് DNA synthesis നടക്കാൻ മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. ഇംപയർഡ് DNA synthesis നടക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ്? ഇറ്റ് റിസൾട്ട്സ് ഇൻ ഇഫക്റ്റീവ് ഹെമറ്റോപോയിസിസ് ആൻഡ് ഫൈനലി ലാർജ് എറിത്രോയിഡ് പ്രിക്കേഴ്സേഴ്സ് ആൻഡ് റെഡ് സെൽസ്, ലാർജ് എറിത്രോയിഡ് സെൽസ് വരാൻ കാരണം. സോ ഈ മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്ന വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ എന്താ നോർമലി അനീമിയ, ഇപ്പോൾ അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയുന്നത് മൈക്രോസൈറ്റിക് അനീമിയ എന്നാണ് പറയുക. അതായത് റെഡ് സെൽസ് നോർമലിനേക്കാൾ ചെറുതാവണ അനീമിയാണ് മൈക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുന്നത്. മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഓൺ ദ അതർ ഹാൻഡ് അബ്നോർമലി ലാർജ് റെഡ് സെൽസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, വാട്ട് ആർ ദ മെയിൻ കോസസ് ഫോർ മെഗലോബ്ലാസ്റ്റിക് അനീമിയ? രണ്ട് മെയിൻ റീസൺസ് ആണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയയ്ക്ക് ഉള്ളത്. ദർ ഇസ് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ആൻഡ് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി. അപ്പോൾ എന്തുകൊണ്ട് വൈറ്റമിൻ ഡെഫിഷ്യൻസി വരുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി വരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ എഗെയിൻ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഇപ്പോൾ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഇത് നമ്മൾ ഫുഡിൽ എടുക്കുന്നത് കുറവാണ്, ദാറ്റ് ഇസ് ഡയറ്റിൽ കുറവ്, അല്ലെങ്കിൽ നമ്മൾ ഫുഡിൽ ആവശ്യത്തിന് എടുക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ബോഡിയിൽ ഇത് റൈറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യുന്നില്ല. ഓക്കെ, ഡിക്രീസ് ഇൻടേക്ക്, ഇംപയർഡ് അബ്സോർപ്ഷൻ. ഡിക്രീസ് ഇൻടേക്ക് ആണെങ്കിൽ എന്താ, എപ്പോഴൊക്കെയാണ് വരിക? സോ നോർമലി ഇത് കാണുന്നത് മീറ്റ് പ്രോഡക്ട്സിലാണ് കാണുക വൈറ്റമിൻ B12. സോ അതുകൊണ്ട് വെജിറ്റേറിയൻസിന് ജനറലി ദേ ക്യാൻ ഗെറ്റ് ഡെഫിഷ്യൻസി ഇൻഅഡിക്വേറ്റ് ആയിട്ട്. പിന്നെ അബ്സോർപ്ഷൻ കുറയുന്ന അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് വൈറ്റമിൻ B12 മെറ്റബോളിസം മനസ്സിലാവണം. എനിവേ മനസ്സിലാക്കുക, ഇൻട്രിൻസിക് ഫാക്ടർ ഡെഫിഷ്യൻസി, ഗ്യാസ്ട്രക്ടമി, പെർനീഷ്യസ് അനീമിയ, ടേപ്പ് വർം ഇൻഫെസ്റ്റേഷൻ, മാലബ്സോർപ്ഷൻ സിൻഡ്രോം, ഇതിലൊക്കെ ഇംപയർഡ് അബ്സോർപ്ഷൻ കാണാൻ പറ്റും. ഇനി ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി അഗെയിൻ വി ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻ ടു 5 കാറ്റഗറീസ്. ഡിക്രീസ് ഇൻടേക്ക്, ഇംപയർഡ് അബ്സോർപ്ഷൻ, പിന്നെ ലോസ്, ഭയങ്കരമായിട്ട് ലോസ് കൂടുക, ഡിമാൻഡ് കൂടുന്ന അവസ്ഥ, പിന്നെ ഇംപയർഡ് യൂട്ടിലൈസേഷൻ. ഡിക്രീസ് ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? ആൽക്കഹോളിസത്തിൽ ഇൻടേക്ക് കുറവായിരിക്കും. ഇംപയർഡ് അബ്സോർപ്ഷൻ അഗെയിൻ ചെയ്യുന്ന മാലബ്സോർപ്ഷൻ സിൻഡ്രോം ഓർ ഓറൽ OCP യൂസ്, ഓറൽ കോൺട്രസെപ്റ്റീവ് യൂസ്. ഇൻക്രീസ്ഡ് ലോസ് സീൻ ഇൻ ഹീമോഡയാലിസിസ്. ഇൻക്രീസ് ഡിമാൻഡ് എപ്പോഴേക്കാണ് വരുന്നത്? പ്രഗ്നൻസി, ഇൻഫൻസി ആൻഡ് ഡിസെമിനേറ്റഡ് ക്യാൻസർ. ആൻഡ് ഇംപയർഡ് യൂട്ടിലൈസേഷൻ സീൻ ഇൻ മെത്തോട്രക്സേറ്റ്, ഒരു ഡ്രഗിൻ്റെ യൂസേജ്. ഓക്കെ, യെസ്. അപ്പോൾ മെത്തോട്രക്സേറ്റ് എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി ഈ ആൻറ്റി ക്യാൻസറസ് ഡ്രഗ് അത്. അപ്പോൾ അങ്ങനെ ആൻറ്റി ക്യാൻസറസ് ഡ്രഗ് എന്ന് പറഞ്ഞാൽ എന്താ, സെൽസിനെ കൊല്ലുവാണല്ലോ വേണ്ടത്. അത് മെയിൻലി DNA സിന്തസിസ് ഇൻഹിബിഷൻ വഴിയൊക്കെയാണ് ഈ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അഗൈൻ വൈറ്റമിൻ ഫോളിക് ആസിഡ് അബ്സോർപ്ഷൻ കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂട്ടിലൈസേഷൻ കുറച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി DNA സിന്തസിസ് കുറയ്ക്കാൻ പറ്റും. സോ ക്യാൻസർ സെൽസിൻ്റെ ലൈഫ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ. Okay, yes. Now again we need to know about the metabolism of vitamin B12 and folic acid in depth. ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഓൾറെഡി ബയോകെമിസ്ട്രിയിൽ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ജസ്റ്റ് ഒരു ക്വിക്ക് റിവിഷൻ മാത്രമാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കണേ. സോ വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? നോർമലി വൈറ്റമിൻ B12 കാണുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ബൗണ്ട് ടു ബൈൻഡിങ് പ്രോട്ടീൻസ് ഇൻ ഡയറ്റ്. ഓക്കെ, ഡയറ്റിൽ കാണുന്ന പ്രോട്ടീൻസിൻ്റെ കൂടെ ബൗണ്ട് ചെയ്തിട്ടാണ് ഈ വൈറ്റമിൻ B12 നമ്മൾ നോർമലി കാണുക. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ ഈ ബ്ലൂ കളറിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന വൈറ്റമിൻ B12 ആൻഡ് ബൈൻഡിങ് പ്രോട്ടീനാണ് യെല്ലോ കളറിൽ. Okay, and the moment it reaches your stomach, സ്റ്റൊമക്കിൽ വൈറ്റമിൻ B12 ബൗണ്ട് ടു ദിസ് തിങ് എത്തിക്കഴിഞ്ഞാൽ സ്റ്റൊമക്കിലെത്തി. അങ്ങനെ എത്തുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് സലൈവറി ഗ്ലാൻഡിൽ നിന്ന് ഹാപ്റ്റോകോറിൻ എന്ന് പറഞ്ഞ ഒരു സലൈവറി പ്രോട്ടീൻ റിലീസ് ചെയ്യും, ഈ ഗ്രീൻ കളറിൽ കാണുന്ന. ഈ ഹാപ്റ്റോകോറിൻ വന്ന് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് വിൽ സെപ്പറേറ്റ് ദിസ് വൈറ്റമിൻ B12 ഫ്രം ദ ബൈൻഡിങ് പ്രോട്ടീൻ ആൻഡ് ലെറ്റ് ദിസ് വൈറ്റമിൻ B12 ബൈൻഡ് ടു ഇറ്റ് സെൽഫ്. ഹാപ്റ്റോകോറിനുമായിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ഹാപ്റ്റോകോറിൻ B12 കോംപ്ലക്സ് ഉണ്ടാവും. കണ്ടോ, ഹാപ്റ്റോകോറിൻ B12 കോംപ്ലക്സ് ഉണ്ടാവും. എവിടെ വെച്ചുണ്ടാവുന്ന? സ്റ്റൊമക്ക് വെച്ചിട്ട്. ഓക്കെ, സോ അതിന് ഹെൽപ്പ് ചെയ്യുന്ന പെപ്സിൻ ആണ്. പെപ്സിൻ വിൽ കോസ് ദിസ് സെപ്പറേഷൻ ആൻഡ് ദെൻ ഹാപ്റ്റോകോറിൻ വിൽ ഗോ ആൻഡ് ബൈൻഡ് ടു B12 ആൻഡ് ദെൻ അത് ഡുവോഡിനെത്തും. ഡുവോഡിനെത്തിയില്ലേ? ഡുവോഡിനെത്തും എന്താ സംഭവിക്കുക? ഡുവോഡിനത്തിൽ നിന്ന് പ്രോട്ടിയേസസ് വിൽ കം ആൻഡ് സെപ്പറേറ്റ് ദ B12 ഫ്രം ദ ദിസ് വൺ ഹാപ്റ്റോകോറിൻ ആൻഡ് ദെൻ ബൈൻഡ് ഇറ്റ് ടു വാട്ട്? ബൈൻഡ് ഇറ്റ് ടു ഇൻട്രിൻസിക് ഫാക്ടർ പ്രൊഡ്യൂസ്ഡ് ബൈ പെറൈറ്റൽ സെൽസ്. കണ്ടോ, ഇവിടെ വയലറ്റ് കളറിൽ കാണുന്നതാണ് ഇൻട്രിൻസിക് ഫാക്ടർ. ഇൻട്രിൻസിക് ഫാക്ടറുമായിട്ട് ബൈൻഡ് ചെയ്യും. ആ ഇൻട്രിൻസിക് ഫാക്ടർ B12 കോംപ്ലക്സ് അവസാനം ഇലിയത്തെത്തും. ഇലിയത്തെത്തും എന്താ സംഭവിക്കുക? ഇലിയത്ത് അത് പോയിട്ട് ക്യൂബുലിൻ റിസെപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യും. ഇറ്റ് വിൽ ഗോ ആൻഡ് ബൈൻഡ് ടു ക്യൂബുലിൻ റിസെപ്റ്റേഴ്സ്. യു കെൻ സി, കണ്ടോ, ക്യൂബുലിൻ റിസെപ്റ്റേഴ്സ്. ക്യൂബുലിൻ റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇൻട്രിൻസിക് ഫാക്ടർ റിസെപ്റ്റർ ഇസ് ഓൾവേസ് റെസ്പോൺസീവ് ടു ഇൻട്രിൻസിക് ഫാക്ടർ. സോ ഇറ്റ് ഗോസ് ആൻഡ് ബൈൻഡ്സ് ടു ദിസ് ആൻഡ് വാട്ട് ഹാപ്പൻസ്?
this B12 alone, B12 alone is endocytosed into the cell. സെല്ലിനകത്തേക്ക് B12 ഒറ്റയ്ക്ക് കയറും. ഒറ്റയ്ക്ക് കയറിയിട്ട് അതെന്ത് ചെയ്യും? It will go and then bind to, you can see here, transcobalamin ആയിട്ട് പോയി bind ചെയ്യും. So initially it was found bound to binding protein, later to haptocorin, then to intrinsic factor, and finally to this thing, transcobalamin 2. അങ്ങനെ പ്ലാസ്മയിൽ കയറും. That's all. Now, what are the two roles of vitamin B? Just the roles അറിഞ്ഞാൽ മതി. ഫസ്റ്റ് റോൾ എന്ന് പറഞ്ഞാൽ it is essential for the formation of tetrahydrofolate form from the methyl THF and also for the conversion of homocysteine to methionine. Then it is essential for the conversion of methyl malonyl CoA to succinyl malonyl CoA. ഇതൊക്കെ നിങ്ങൾ ബയോകെമിസ്ട്രിയിൽ റിയാക്ഷൻസ് പഠിച്ചിട്ടില്ലേ? അമിനോ ആസിഡ്സിൻ്റെ ആ ഒരു ഫ്ലോ ചാർട്ടിൽ അവിടെ ഈ വൈറ്റമിൻ ബി റോൾ കണ്ടിട്ടുള്ളതാണ്. ഫൈൻ, ദാറ്റ് ഇസ് ഓൾ അബൌട്ട് വൈറ്റമിൻ B2. ഇനി അടുത്ത ഫോളിക് ആസിഡ് ആണ്. ഫോളിക് ആസിഡ് എന്ന് പറയുമ്പോൾ വേർ യു ഗെറ്റ് ഫോളിക് ആസിഡ് ഫ്രം? ദാറ്റ്സ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്രീൻ വെജീസ്, ലെഗ്യൂംസ്, ഈസ്, ഫ്രൂട്ട്സ് എല്ലാത്തിനും ഫോളിക് ആസിഡ് കിട്ടും. അതിൽ ഫോളിക് ആസിഡിൻ്റെ മെറ്റബോളിസം ആസിഡ് അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല. ആകെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഫോളിക് ആസിഡ് ഫുഡ് ഐറ്റത്തിൽ കാണുന്നത് പോളിഗ്ലൂട്ടമേറ്റിൻ്റെ ഫോമിലാണ്. ഈ പോളിഗ്ലൂട്ടമേറ്റ് ഫോമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ഓൾവേസ് സെൻസിറ്റീവ് ടു ഹീറ്റ്. ഇറ്റ് ഇസ് ആക്ച്വലി ഹീറ്റ് ലബൈൽ എന്ന് പറയണം. ഹീറ്റ് ലബൈൽ എന്ന് പറഞ്ഞാൽ ഹീറ്റ് കൊണ്ടാൽ ഇത് നശിച്ചു പോകും. ഓക്കെ, ഇപ്പോൾ ഹീറ്റിന് വേരിയസ് ഫോംസ് ഓഫ് ഹീറ്റ് ഉണ്ടല്ലേ. ബോയിലിംഗ് ഹീറ്റിംഗ് ഉണ്ട്, സ്റ്റീമിങ്, ഫ്രൈങ്. അപ്പോൾ നമ്മൾ നോർമലി ഫുഡ് ഐറ്റംസ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദീസ് പോളിഗ്ലൂട്ടമേറ്റ്സ് വിൽ ഗെറ്റ് ഡിസ്ട്രോയിഡ്. That's what happens. Anyway, when this polyglutamate reaches your intestine, intestinal conjugases will convert this polyglutamate into monoglutamate, which can easily be absorbed in the proximal jejunum. Okay, and during absorption, this monoglutamate is converted to 5-methyl tetrahydrofolate. That is a normal form of transport of folic acid. So it was found in polyglutamate form, converted to monoglutamate, which later gets converted to 5-methyl tetrahydrofolate. ഇതിൻ്റെ റോൾ വെച്ചാൽ again a few roles, purine synthesis and metabolism of histidine, conversion of homocysteine to methionine, പിന്നെ DUMP DTMP conversion. That's all. And daily requirement of these two are important. എന്തൊക്കെ daily requirement? ഫോളേറ്റിൻ്റെ 50 to 200 milligram, ഇതിൻ്റെ 2 to 3 microgram. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ മെറ്റബോളിസം ഓഫ് ഫോളിക് ആസിഡ് ആൻഡ് വൈറ്റമിൻ B12. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പത്തോജെനസിസ് ഓഫ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. മെഗലോബ്ലാസ്റ്റിക് അനീമിയയുടെ പത്തോജെനസിസ് ആണ് പറയാൻ പോണത്. സോ നമ്മൾ ഓൾറെഡി ഡെഫിനിഷൻ പഠിച്ചപ്പോൾ പറഞ്ഞു മെഗലോബ്ലാസ്റ്റിക് അനീമിയയിലെ മെയിൻ പ്രശ്നം എന്താണ്? ഇംപയർഡ് DNA സിന്തസിസും ഇൻഇഫക്റ്റീവ് എറിത്രോപോയിസിസും ആയിരുന്നു ഇതിലെ മെയിൻ പ്രശ്നം. So impaired DNA synthesis main reason is because of this vitamin B12 and folate deficiency. കാരണം this B12 and this folate, both of these are required for nuclear maturation. That is, നമുക്കറിയാം RBCs are ഈ ന്യൂക്ലിയേറ്റ്സിൽ, അവർക്ക് ന്യൂക്ലിയ ഇല്ല. പക്ഷേ RBCസിൻ്റെ പ്രീകേഴ്സസ്, എറിത്രോയിഡ് പ്രീകേഴ്സസ് ഹാഡ് ന്യൂക്ലിയസ് അല്ലേ. സോ what basically happens here is that normally ഒരു RBC വളരുമ്പോൾ അതിൻ്റെ സെല്ലും അതിൻ്റെ ന്യൂക്ലിയസും ഒരുമിച്ചാണ് വളരുക. RBC ഡെവലപ്പ് ചെയ്യുന്ന ന്യൂക്ലിയസ് ചെറുതാവും, സെല്ല് വലുതാവും. ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ് ഇൻ ദ RBC. പക്ഷെ ഇവിടെ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ദ ഡിലേഡ് ന്യൂക്ലിയസ് ഡസൻറ്റ് മെച്യൂർ പ്രോപ്പർലി. ദർ ഇസ് ഡിലേഡ് മെച്ചുറേഷൻ. സോ ന്യൂക്ലിയസ് റിമെയിൻസ് ലാർജ്. ന്യൂക്ലിയസ് എപ്പോഴും ലാർജ് ആയിട്ട് തന്നെ ഇരിക്കും. പക്ഷേ സൈറ്റോപ്ലാസം വിൽ മെച്യൂർ നോർമലി. സോ അതുകൊണ്ട് ആ സെല്ല് ഭയങ്കര വലുതായിരിക്കും. സോ വാട്ട് ഹാപ്പൻസ്, ഞാൻ പറഞ്ഞു RBC വലുതാവുന്നത് എങ്ങനെ വെച്ചാൽ ഇനീഷ്യലി ഭയങ്കര വലിയ സെല്ലായിരിക്കും. പിന്നെ ആസ് ഇറ്റ് ഗ്രോസ് ഇറ്റ് ബിക്കംസ് സ്മോൾ ആൻഡ് ഇറ്റ് ലൂസസ് എ ന്യൂക്ലിയസ്. ഓക്കെ, ഇറ്റ് ലൂസസ് ന്യൂക്ലിയസ്. സോ ഇറ്റ് ഹാപ്പൻസ് ടു RBC. പക്ഷേ ഡ്യൂ ടു ദിസ് disparity between development of or growth of nucleus and cytoplasm, immature RBCs, which means they have large they have normal cytoplasm and large nucleus. Okay, that's the main problem here. Then ineffective erythropoiesis. Ineffective erythropoiesis is the prashna. So all these immature RBCs will be released into circulation, and obviously these immature RBCs won't be able to survive longer. They will undergo destruction easily. So again, due to intramedullary destruction within spleen, within bone marrow itself, they will be destructed. So those two main problems with megaloblastic anemia. Now what are the lab findings that you will see? Lab findings എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങൾ എഴുതുമ്പോൾ 4 ഹെഡിങ്സ് ലാബ് ഫൈൻഡിങ്ങിൽ കൊണ്ടുവരണം. എന്തൊക്കെയാണ് 4 ഹെഡിങ്? പെരിഫറൽ ബ്ലഡ്, പെരിഫറൽ സ്മിയർ, ബോൺ മാരോ ആൻഡ് ബയോകെമിക്കൽ ടെസ്റ്റ്. ഫസ്റ്റ് വൺ ഇസ് പെരിഫറൽ ബ്ലഡ്. നിങ്ങൾ ബ്ലഡ് എടുത്ത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുക? ഇറ്റ്സ് എൻ അനീമിയ. സോ ഒബ്വിയസ്ലി ഹീമോഗ്ലോബിൻ ആൻഡ് PCV are reduced. Then large cells ആണ്. So MCV is increased, MCH is normal, MCHC is also increased. Okay. Then reticulocyte count is normal to low. Peripheral smearൽ എന്താ കാണുക? പെരിഫറൽ സ്മിയറിൽ DNA synthesis is inhibited. ജനറലി സെൽസിൻ്റെ ഒരു കുറവായിരിക്കും കാണാൻ പറ്റുക. ഓൾ ദ സെൽസ് RBC WBC പ്ലേറ്റ്ലെറ്റിൻ്റെ ഒരു കുറവ്. അപ്പോൾ കളക്റ്റീവ് ഡിക്രീസ് ഇൻ ഓൾ ദ
cells of your blood is called as pancytopenia. അപ്പോൾ നൗ കമ്മിങ് ടു മോർഫോളജി ഓഫ് ഈച്ച് സെൽ. RBC ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും കാണുക? മാക്രോസൈറ്റിക് ആൻഡ് ഓവൽ ഷേപ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സെല്ലിനെ മാക്രോ ഒവലോസൈറ്റ് എന്ന് വിളിക്കുക. ആൻഡ് ദേ ഡു നോട്ട് ഹാവ് ദ സെൻട്രൽ പാലർ. ദെൻ ഡിഫറെൻറ്റ് സൈസസിലും ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള സെല്ലായിരിക്കും. അനൈസോപൊയ്ഗ്ലോസൈറ്റോസിസ് ക്യാൻ ബി സീൻ. പിന്നെ ഈ വാക്കുകളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ബേസോഫിലിക് സ്റ്റിപ്ലിംഗ്, ദെൻ ദിസ് വൺ ബേസോഫിലിക് സ്റ്റിപ്ലിംഗ്, കാബോട്രിങ്, ഹോവൽ ജോളി ബോഡീസ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കും ചിലപ്പോൾ വൺ വേർഡ് ഹോവൽ ജോളി ബോഡി അല്ലെങ്കിൽ ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് അല്ലെങ്കിൽ കാബോട്രിങ് ഏത് അനീമിയയിലാണ് കാണുന്നത്? ഇറ്റ് ഇസ് സീൻ ഇൻ മെഗലോബ്ലാസ്റ്റിക് അനീമിയ. സോ RBCs are oval shaped and isopyclocytosis can be seen. It lacks central pallor and basophilic stippling, cabotrings and Howell Jolly bodies can be seen. WBCs ആണെങ്കിലോ again pancytopenia ആണ്. So WBC കൗണ്ട് കുറഞ്ഞു and hypersegmental neutrophils ആയിരിക്കും കാണാൻ പറ്റും. Platelets count is also decreased. You can mainly see in macroovalocytes. Bone marrowയിലെ ചേഞ്ചസ് വരുമ്പോൾ cellularity it is hypercellular because anemic eye body. So അത് കോമ്പൻസേറ്റിംഗ് ആയിട്ട് സെൽസിൻ്റെ എണ്ണം കൂട്ടും. ഹൈപ്പർ സെല്ലുലർ ആയിട്ട് മാറും. സോ വെൻ യു കം ടു മൈലോയിഡ് എറിത്രോയിഡ് റേഷ്യോ, നോർമലി എപ്പോഴും മൈലോയിഡ് റേഷ്യോ ഇസ് മോർ ദൻ ദാറ്റ് ഓഫ് എറിത്രോയിഡ് റേഷ്യോ അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ നേരെ തിരിയും. ഡ്യൂ ടു അനീമിയ വി നീഡ് മോർ RBCs അല്ലേ? സോ എറിത്രോയിഡ് ഹൈപ്പർപ്ലേസിയ വിൽ ഹാപ്പൻ. സോ മൈലോയിഡ് എറിത്രോയിഡ് റേഷ്യോ ഇസ് either 1 or it is inverted 1:6 ആയിട്ട് മാറും. ഓക്കെ, ആൻഡ് എറിത്രോപോയിസിസ് യു കെൻ സി മെഗ്ലോബ്ലാസ്റ്റ്. മെഗ്ലോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലാർജ് ന്യൂക്ലിയസ്, ഏസിൻക്രണി ഓഫ് ന്യൂക്ലിയർ പ്ലാസ്മിച്ചുറേഷൻ നേരത്തെ പറഞ്ഞ പോലെ. ഇൻഎഫക്റ്റീവ് എറിത്രോപോയിസിസ് ബിക്കോസ് ഇറ്റ് ലീഡ്സ് ടു ഇൻട്രാമെഡുലർ ഹീമോഡയാലിസിസ്. Then coming to WBC synthesis, giant metamyelocytes and band forms can be seen. Now coming to biochemical test. Biochemical test പറയുമ്പോൾ if you are considering both beetle and folate deficiency, what can you see? ഈ ഹോമോസിസ്റ്റിൻ ലെവൽസ് കുറയും, സീറം ബിൽറൂബിൻ ലെവൽ മൈൽഡ് ഇൻക്രീസ് ബിക്കോസ് ഇറ്റ്സ് ഇൻ അനീമിയ. അപ്പോൾ ഇൻഫെക്റ്റീവ് നമ്മൾ പറഞ്ഞല്ലേ ഇമ്മച്ചുവർ RBCs വരുമ്പോൾ ഇവർ ഈസിലി ഡിസ്ട്രക്റ്റഡ് ആവുന്നു. RBC എപ്പോഴും ഡിസ്ട്രാക്ട് ചെയ്യുന്ന റിലീസസ് ബിലിറൂബിൻ, റൈറ്റ്? സോ അങ്ങനെ iron and ferritin levels will come down, LDH is down, vitamin beetle is down, folate is down. Beetle deficiency മാത്രമാണ് beetle is decreased, methylmalonic acid is decreased, excretion of methylmalonic acid. Schilling test, that is always from Schilling test, the test that is conducted for vitamin beetle absorption. Then deoxyuridine suppression test, ഈ രണ്ട് ടെസ്റ്റ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും for vitamin beetle deficiencies. അടുത്ത folate deficiency. Folate deficiency again folic acid levels come down. Figlu test, Figlu in urine is very high. Folate Figlu, Schilling and dehydroxyuridine suppression test in beetle. അടുത്തത് വാട്ട് ഇസ് പെർനീഷ്യസ് അനീമിയ. പെർനീഷ്യസ് അനീമിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ്, അപ്പോൾ നമ്മൾ മെഗലോബ്ലാസ്റ്റിക് അനീമിയ പഠിച്ചു. മെഗലോബ്ലാസ്റ്റിക് അനീമിയയിൽ നമ്മൾ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് അബ്സോർപ്ഷൻ കുറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഓക്കെ, ആ അവസ്ഥയ്ക്ക് എക്സാമ്പിൾ ആയിരുന്നു പെർനീഷ്യസ് അനീമിയ. സോ പെർനീഷ്യസ് അനീമിയ ഇസ് ആക്ച്വലി ആൻ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ്. ഇതിനകത്ത് ദർ ഇസ് ഡിക്രീസ് ഇൻ ഇൻട്രിൻസിക് ഫാക്ടർ. അപ്പോൾ വി ഓൾറെഡി നോ അല്ലേ, ദിസ് ഇൻട്രിൻസിക് ഫാക്ടർ ഷുഡ് ബൈൻഡ് വിത്ത് ദ B12 ആൻഡ് ഫോം ദിസ് കോംപ്ലെക്സ് വിത്ത് ഈസിലി ഗോ ആൻഡ് ബൈൻഡ് ടു ക്യൂബുലിൻ റിസെപ്റ്റേഴ്സ്. പക്ഷേ ഇൻട്രിൻസിക് ഫാക്ടർ കുറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റൽ അബ്സോർപ്ഷൻ നടക്കുമോ? ഇല്ല. സോ ഇറ്റ് റിസൾട്ട്സ് ഇൻ മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ദാറ്റ്സ് കോൾഡ് ദിസ് പെർനീഷ്യസ് അനീമിയ. ഇറ്റ് ഇസ് എൻ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ്. വാട്ട് ഇസ് പാത്തോജനസിസ് എന്ന് ഓൾറെഡി പറഞ്ഞു, ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ്. സോ ഇതിനകത്ത് ബേസിക്കലി സംഭവിക്കുന്നത് എന്താ വെച്ചാൽ യുവർ പെരൈറ്റൽ സെൽസ് ഗെറ്റ് ഡാമേജ്. Okay, parietal cells get damaged in chronic trophic and due to dense infiltration by lymphocytes and plasma cells, resulting in gastritis and finally decreased intrinsic factor production. Intrinsic factor is necessary for going and binding to B12, and this complex will then go and bind to cublin receptor, isn't it? So ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ parietal cellsന് against antibodies are formed and it destructs these parietal cells, thereby reducing the number of intrinsic factor. So two types of antibodies are seen in pernicious anemia. You have anti-intrinsic factor antibody and parietal cell antibody. Anti-intrinsic antibodies again divided into type 1 and type 2. Type 1 is called as the blocking antibody. Blocking antibody എന്ന് പറഞ്ഞാൽ it blocks the binding of B12 to intrinsic factor. Binding antibody പറഞ്ഞാൽ intrinsic factor B12 complex is formed but it won't allow this complex to go and bind to the cublin receptor. Okay, type 3 is non-specific, it's not that specific. So we have two types, anti-intrinsic factor and parietal. Anti-intrinsic factor type 1, type 2, blocking and binding. Next one is morphology. ഇപ്പോൾ മെയിൻലി ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ you can see atrophic glossitis. Atrophic glossitis എന്ന് പറഞ്ഞാൽ your tongue will appear very shiny, glazed and beefy. Beefy tongue appearance എന്ന് പറഞ്ഞാൽ always think about B12 deficiency or you can think about pernicious anemia. Stomachal and already പറഞ്ഞ destruction of parietal cells results in chronic atrophic gastritis. Okay, something called intestinalization. Intestinalization എന്ന് പറഞ്ഞാൽ
Normally your stomach has glandular epithelium. Okay, glandular cells ആണ് നിങ്ങളുടെ സ്റ്റൊമക്കിൽ കാണുക. നോർമലി യു വോണ്ട് ബി സീയിങ് mucus secreting goblet cells, but in here what happens is that stomachil what happens, this glandular epithelium is replaced by mucus secreting goblet cells as in large intestine due to this constant damage that it suffers. That's intestinalization. So you can see atrophic gastritis, you can see loss of parietal and chief cells, intestinalization, finally infiltration by these inflammatory cells, lymphocytes and plasma cells. That is in stomach. CNS lanengil you can see demyelination of dorsal and lateral column peripheral neuropathy. Okay, that's all. Then other all bakiyelam same, just like what you saw in megaloblastic anemia, same findings can be seen. Biochemical test നമ്മൾ അവിടെ എടുത്ത് പറഞ്ഞു. Schilling test, the test for B12 deficiency. What is Schilling test? Radioactive B12 is used to assess the status of entrance factor in B12, used to differentiate between pernicious anemia and other B12 deficiencies. Then we can, just like we told earlier, pernicious anemia we can find antibodies. So serological test conducted antibodies from the blood ഉണ്ടോ നോക്കാം. Then achlorhydra is also observed. Okay, so I hope you understand the morphology. Atrophic glossitis, stomachil കാണുന്ന intestinalization, loss of chief cells and infiltration by lymphocytes and plasma cell, CNS demyelination of dorsal and lateral column peripheral pathway. Next, clinical features finally നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു. Weakness, sore throat, paresthesia, tongue, beefy red tongue, neurological manifestation due to damage to dorsal column pathway. Okay, so that's all about megaloblastic anemia. വളരെ ഈസി ടോപ്പിക്കാണ്, പഠിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ടോപ്പിക്കാണ് megaloblastic anemia. Okay, that's all. Thank you.